മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ കരടി ശല്യം രൂക്ഷമായി തുടരുന്നു. രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കരടി തേൻപെട്ടികൾ നശിപ്പിച്ച് അപ്രത്യക്ഷമാകുന്നത് പതിവാകുകയാണ്. ഇതോടെ മലയോര നിവാസികൾ ആകെ പ്രതിസന്ധിയിലാണ്. കരടിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വൈകുന്നേരമായാൽ മലയോരത്തെ നിവാസികൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കരടി കർഷകർ സ്ഥാപിച്ച തേൻപെട്ടികൾ നശിപ്പിക്കുകയാണ്. ഇതുവരെ 200ഓളം തേൻപെട്ടികളാണ് നശിപ്പിക്കപ്പെട്ടത്. ഇന്നലെയും കരടി ഇറങ്ങി. പൂക്കോട്ടുപാടം ചുള്ളിയോട് ഭാഗത്താണ് ഇന്നലെ വീണ്ടും കരടി ഇറങ്ങിയത്. രാത്രി 10 മണിയോടെ പ്രദേശവാസി സുരേഷ് പരിയാരത്തിൻ്റെ വീടിന് പിറകുവശത്ത് കരടിയെത്തി. ഉടൻ വനപാലകരെ വിവരമറിയിച്ചു. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സുരേഷ്. സത്യം പറഞ്ഞാൽ കരടീനെ കൊണ്ട് ഞങ്ങൾക്ക് കൃഷി നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. കൃഷി തുറന്നുകൊണ്ടാവാൻ പറ്റില്ല. ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ പരാതി രേഖാമൂലമൊക്കെ അറിയിച്ചിരുന്നതാണ്. പക്ഷെ എന്നും കരടി തുടർച്ചയായിട്ട് ഈ ഭാഗങ്ങളിൽ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുന്നേ ബൈക്കിന് മുന്നിലേക്ക് ചാടിയ കരടിയിൽ നിന്ന് സുരേഷ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ചുള്ളിയോടിന് പുറമെ ആന്റണിക്കാട്, TK കോളനി, തേൾപ്പാറ, ചേലോട് മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസമായി കരടി ശല്യം രൂക്ഷമാണ്. പ്രദേശത്തെ 200ഓളം തേൻപെട്ടികൾ കരടി നശിപ്പിച്ചു. വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വനം വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കരടിക്ക് മുന്നിൽപ്പെട്ടാൽ ആക്രമണം ഉറപ്പാണ്. വന്യമൃഗശല്യത്തിൽ നിന്നും ജനവാസ മേഖലയെ സംരക്ഷിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ വനം വകുപ്പ് ഇതിനായി കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. കരടിയുടെ സഞ്ചാരപാത മനസ്സിലാക്കി കൂടൊരുക്കി പിടികൂടണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. രാത്രികാലങ്ങളിൽ വനം വകുപ്പിന്റെ പ്രത്യേക പരിശോധന, നിരീക്ഷണം ഇതൊക്കെ വേണമെന്ന് ജനങ്ങൾ പറയുന്നു. പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇത്രയും ദുരിതം തിനിച്ച കർഷകർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായിട്ട് പോലും ഇപ്പോഴാണ് ഒരു കൂട് വെക്കാനുള്ള അനുമതി ഉണ്ടായത്. അപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അനങ്ങൂ എന്നുള്ള നയത്തിനോട് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളും. ഒരു 40 പെട്ടി നശിപ്പിച്ചിവിടെ. ഇതുവരെ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. അതിനെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതിൽ പരാതി പറഞ്ഞപ്പോൾ വനം വകുപ്പ് ജനങ്ങളോട് പറഞ്ഞത് 6 മണിക്ക് മുമ്പായി എല്ലാവരും വീടണയണം. എന്തൊരു ഗവൺമെൻറ്റാണിത്? 4 ആളെ വന്യമൃഗങ്ങൾ കൊല്ലുകയും 4 ആളുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്നൊക്കെ സർക്കാരിനെ അലങ്കാരമായി കൊണ്ടുനടക്കുകയാണ് ഗവൺമെൻറ്. ഈ വാർത്ത കണ്ടിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഐ ആം കമ്മിങ് ഫോർ യു എന്നാണ് അക്കൗണ്ടിന്റെ പേര്. അത് യഥാർത്ഥ പേരല്ലെന്ന് തോന്നുന്നു. കരടിയുള്ള കാടിനടുത്ത് തേൻ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കരടിയുള്ള കാടിനടുത്താണെന്ന് കരുതി അങ്ങനെ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല എന്ന് തോന്നുന്നു. അത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതം, അത് ജനങ്ങൾക്ക് അവിടെ നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭരണകൂടം ഉറപ്പാക്കേണ്ട ഒന്നാണ്. അത് ഉറപ്പാക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.